ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ GTA 5 കളിച്ച് ഒന്ന് ഇറങ്ങിയേക്കാണ്. അങ്ങനെ നമ്മളെ കൂട്ടുകാരൻ വിളിച്ചിരിക്കുന്നു ഗൈസ്. അവൻ പറഞ്ഞ് ഒരു വണ്ടി ഗീവ് എടുക്കാനുണ്ട്. ടൊയാറ്റോയുടെ ഏതോ കാറെന്നാണ് പറഞ്ഞത്, ഏതാണെന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തായാലും മേലോട്ട് പോകാം. നമ്മൾ ഇന്നലെ ആൻറ്റി നിർത്തിയായിരുന്നു. നമ്മൾ ആൻറ്റി ഒന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ജിമ്മെല്ലാം വൃത്തിയാക്കി, പിന്നെ ഗ്ലാസ്സൊക്കെ തുടച്ചെന്ന് പറഞ്ഞ്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് താഴത്തേക്ക് പോകാം ഗൈസ്. അപ്പം ഗ്ലാസ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും നോക്കുന്നില്ല, നമ്മളെ ആൻറ്റി അല്ലേ മൊത്തം വൃത്തിയാക്കും. ഇനി നമുക്ക് പെട്ടെന്ന് താഴത്തേക്ക് പോയി നമ്മളെ BMW എടുത്തുകൊണ്ട് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നെ ഫസ്റ്റ് അവൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം. എനിക്ക് തോന്നുന്ന അവൻ്റെ വീട്ടിൽ ഇല്ലെന്നാ. അവൻ 3-4 ദിവസത്തേക്ക് ടൂർ പോയേക്കുക. എന്തായാലും അവൻ വീട്ടിൽ കാണത്തില്ല. അയ്യോ ഗൈസ്, ഈ ഡോർ അപ്പുറത്തുനിന്ന് കൂട്ടിയേക്കുക. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ വഴി കൂടെ വരാം. അങ്ങനെ ഒന്ന് ഗൈസ്, ഈ ഡോറ് കൂട്ടിയേക്കാം. അപ്പോൾ മറ്റേ വഴി കൂടെ വരാം നമുക്ക്. നമ്മളെ വീടിൻ്റെ ഈ ഡോറെല്ലാം വെളിയിൽ നിന്ന് പൂട്ടും. ഇതും പൂട്ടി നമ്മളിപ്പം. അങ്ങനെ നമ്മൾ BMW എടുക്കാൻ പോവാണ് ഗൈസ്. പതിവില്ലാതെ റോഡിൽ ഭയങ്കര ബ്ലോക്ക്. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്, നോക്കിയിട്ട് വരാം എന്തായാലും. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്, എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവിടെ മറ്റ് ആ വണ്ടി നിർത്തിയതായിരിക്കും. അതുമല്ല, നമ്മളെ റോഡിൽ ഇപ്പോൾ ഭയങ്കര വണ്ടി ആക്സിഡൻറ്റാണ്. ചുമ്മാ ഈ മഞ്ഞ് കാലമായതുകൊണ്ട് നമ്മളെ വണ്ടി തന്നെ വിട്ടടിച്ചു പോകാൻ പറ്റത്തില്ല. ഭയങ്കര ആക്സിഡൻറ്റാണ്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മളെ BMW, കറുത്ത BMW എങ്ങനെ ഉണ്ടെന്ന് പറയണം. BMW ഇന്നലെ എൻജിൻ നമ്മൾ വെച്ച് പണിയുണ്ടായിരുന്നു. അങ്ങനെ അത് വർക്ക് ചെയ്തു. നമുക്ക് നമ്മളെ കൂട്ടാൻ്റെ വീട്ടിലേക്ക് പോവാം. BMW സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇല്ല ഗൈസ്, അത് നമ്മൾ ഓണാക്കാനേ. അങ്ങനെ നമ്മളെ BMW ആയി നമ്മൾ പോവുകയാണ് ഗൈസ്. BMW കണ്ണ് കണ്ടില്ല ഗൈസ്. ഇപ്പം ഈ BMW ഇങ്ങനെ ഇരിക്കുന്നതിൽ ഇച്ച് കഴിയുമ്പോൾ നിങ്ങളത് നോക്കണം ഗൈസ്. മൊത്തം മഞ്ഞ് കയറി, പിന്നെ വണ്ടി കൊണ്ട് സർവീസ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഈ വണ്ടിക്കാരൻ ഡ്രഗ്സ് അടിച്ചിട്ട് കിടക്കുന്നതാണെന്ന് എന്തോന്ന് പറഞ്ഞോളൂ. നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ നമ്മൾ ആൻറ്റിയുടെ വണ്ടി ഉണ്ട്. ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീടാണ് ഗൈസ്. നമുക്ക് നമ്മളെ കൂട്ടാനിലോട്ട് പോകാം. നമ്മളെ വണ്ടി വിട്ടടിച്ചു പോകാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. നമ്മളെ വണ്ടി വിട്ടടിച്ചു പോയാൽ നമ്മളെ വണ്ടി ഈ തെന്നി പോവും. അതായത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, മഞ്ഞ് കാലമായ കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇവിടെ ഇങ്ങനെ എല്ലാവരും ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ നമുക്ക് നമ്മളെ കൂട്ടാനിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ അടുത്താണ്. നമ്മളെ വണ്ടി ഫുൾ ഗിയറിൽ കയറിയാലും ഇവിടെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. നമുക്കിനി പെട്രോളും അടിക്കണം. അങ്ങനെ നമ്മൾ ഇനി ഫസ്റ്റ് നമ്മളെ കൂട്ടാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. എന്നിട്ട് വണ്ടി നോക്കിയിട്ട് പെട്രോൾ അടിക്കാം. കൂട്ടാൻ്റെ വീട് എത്താറാ ഗൈസ്. അവൻ്റെ വീട് അങ്ങനെ എത്തിയിരിക്കുന്നു. ഇതാണ് ഗൈസ് അവൻ്റെ വീട്. അവൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് മഞ്ഞടിച്ച്. നമ്മളടുത്ത് പറഞ്ഞ് അതൊന്നും എടുത്ത് ഓട്ടിക്കണേന്ന്. നമ്മൾ പിന്നെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും അവ ഇല്ല, ഞങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ. അവൻ്റെ അവൻ ആൻറ്റിയൊക്കെ ആയിട്ട് ടൂർ പോയേക്കുവാണ് ഗൈസ്. അപ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ ഒരു ബസ്സിലാണ് പോയത്. ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്കിനി പിന്നെ ഫ്രണ്ടും കൂടെ നോക്കിയിട്ട് ഫ്രണ്ടിലും കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിച്ച് ഗീവ് തരാനുള്ള വണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഗീവ് തരുന്ന വണ്ടിയുടെ ചലഞ്ച് എന്ന് വെച്ചാൽ നിങ്ങളൊരു കമൻറ്റ് ഇടുക. ആ കമൻറ്റ് 0 ലൈക്ക് കിട്ടുന്നവർക്ക് ആ ഗീവ് ചെയ്യുന്ന വണ്ടി കിട്ടത്തുള്ളൂ കേട്ടോ ഗൈസ്. പക്ഷെ ആ കിട്ടുന്ന വണ്ടി പക്ക മോഡിഫൈഡ് സാധനമായിരിക്കും. അലോയ് ആയാലും എന്തായാലും നല്ല വൃത്തിക്ക് മോഡിഫൈ ചെയ്ത് നമ്മൾ ചേർത്തോളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കുന്ന മുമ്പ് നമ്മളെ വണ്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ അങ്ങോട്ട് പോവുക. നമ്മളെ വണ്ടി പിന്നെ ഞാൻ പറയാം, നമുക്ക് വിട്ടടിച്ചു പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മൾ പയ്യെ പോകുന്നോള്. കൊടുത്ത വണ്ടിക്ക് സ്പീഡുണ്ട്. പിന്നെ മഞ്ഞ് കാലമല്ലേ, പിന്നെ അതും കൂടെ ആകുമ്പം തെന്നി അങ്ങ് പോകും വണ്ടി. നമ്മളെ വണ്ടിയുടെ അടുത്തെത്താറായി. ഗൈസ് പിന്നെ നമ്മളൊരു കാറും കൂടെ ഗിവ് എടുക്കുന്നു. അത് നമ്മൾ ലാസ്റ്റ് ആയപ്പം പറയാം കേട്ടോ. ഇതല്ല, ഇതാണ് ഗൈസ് ഗീവ് എടുക്കുന്ന വണ്ടി. ഇങ്ങനെ ആയിരിക്കത്തില്ല നമ്മൾ തരുമ്പം. ഫുള്ള് മഞ്ഞ് കളയും. പിന്നെ വണ്ടിയുടെ അലോയി, മിറർ, വണ്ടിയുടെ കളറ് എല്ലാം മാറ്റും. ഫ്രണ്ട് ഗ്ലോബ് ലൈറ്റ് എല്ലാം വെച്ചേ തരത്തോളൂ ഗൈസ്. നമ്മൾ കണ്ടില്ലേ നമ്മളെ BMW കോലം കണ്ടില്ലേ ഇപ്പം തന്നെ ഗൈസ്. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വിടാം. ഇനി നമ്മളെ വണ്ടി പെട്രോൾ അടിക്കുക. ഗൈസ് സംസാരിച്ച് നിന്നപ്പോൾ വണ്ടി ശ്രദ്ധ വിട്ട്. കുഴപ്പമില്ല. ഇനി നമ്മളെ വണ്ടി പെട്രോൾ അടിക്കാം ഗൈസ്. പക്ഷെ നമ്മളെ വണ്ടി ഹൈവേയിലേക്ക് കയറിയാൽ ഫുള്ള്
ഗിയറിട്ട് കയറി പോകാൻ പറ്റും. ഇങ്ങനെ തെന്നലൊന്നും കാണത്തില്ല. പെട്രോൾ അടിക്കുകയാണ്. പിന്നെ നമ്മളെ കൂട്ടുകാരി വിളിച്ചായിരുന്നു, നമുക്കൊന്ന് മീറ്റിംഗ് ചെയ്യണം. പിന്നെ ഓഫീസിലെ മീറ്റിങ്ങൊക്കെ അവിടെ വെച്ചാൽ. അപ്പം മുകളിലേക്ക് കയറി നമ്മളെ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് ആസ്വദിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വണ്ടി ചുമ്മാ അവിടം വരെ ഒന്ന് കൊണ്ട് ഓട്ടിച്ച് നോക്കിയിട്ട് വരാം. ഇപ്പോൾ കണ്ടോ നമ്മളെ വണ്ടി തെന്നി പോകണ്ട ഗൈസ്, തെന്നി. ഇതാണ് നമ്മളെ വണ്ടിയുടെ പ്രശ്നം. അതല്ല നമ്മളെ വണ്ടി മഞ്ഞത്തിട്ട് ഓടിച്ചാൽ പിന്നെ ബ്ലാക്ക് വണ്ടിയായാലും ഏത് കളറായാലും മഞ്ഞ ആവും. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വണ്ടി പറ്റുന്നത്ര സ്പീഡിൽ കയറുന്നുണ്ട്, എന്നാലും പാടാം. അങ്ങനെ നമ്മളെ ഓഫീസിലെ മീറ്റിംഗ് ഉള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. പിന്നെ താഴെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടെ കയറി കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ വീട്ടിലോട്ട് പോകണം ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് പ്രശ്നം. നമ്മളെ വണ്ടി ഒന്ന് ഓട്ടിച്ച് വരുമ്പോഴേക്ക് തെന്നിപ്പോവും. അങ്ങനെ നമ്മൾ എത്താറായി ഗൈസ്. ഇച്ചിരിയും കൂടെ പോയാൽ മതി. നമ്മൾ പോകുന്നിടത്ത് പിന്നെ ഹെലികോപ്റ്ററൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് ഗൈസ്. അത് നൈസ് സ്ഥലം. അതിൻ്റെ മുകളിൽ കയറിയിരിക്കാനൊക്കെ. നമ്മളിപ്പോൾ അവിടെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കയറി മുകളിൽ പോയി നോക്കണം. മീറ്റിംഗ് പെട്ടെന്ന് തുടങ്ങും ഗൈസ്. അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ നമ്മളെ കാറിൻ്റെ മഞ്ഞ് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് മഞ്ഞ്. മൊത്തം മഞ്ഞായി. എന്താ ഗൈസ്, മൊത്തം മഞ്ഞായി. അങ്ങനെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സ്ഥലം മുകളിൽ നിന്ന് കാണാൻ പറ്റും ഗൈസ്. ആ വ്യൂ പോയിന്റ് കേറുകയാണ്. ഇതവിടെ ഒരു പോളോ GT കിടക്കുന്നു ഗൈസ്. നമ്മളെ ഒരു പോളോ ഉണ്ട് ഗൈസ്, പക്ഷെ അത് ഗീവ് അവേ കൊടുക്കണമെന്നുണ്ട്. അത് ഞാൻ പറയാം ഗൈസ്. പോളോ മോഡിഫൈഡ് സാധനമാണ്, ഫുൾ പക്കാ മോഡിഫൈഡ് GT. ഫ്രണ്ട് ബോണറ്റ് കാർബൺ ഫൈബർ, അത് നല്ലൊരു GTയാണ്. പിന്നെ നമ്മൾ ഒരു ട്രക്കും കൂടെ, ഒരു മിനി ട്രക്കും കൂടെ പിന്നെ ഒരു വട്ടം കൊടുക്കും ഗൈസ്. അത് ഇപ്പോഴൊന്നും ആയിരിക്കത്തില്ല, പിന്നെ ആയിരിക്കും. നമ്മൾ എത്താറായി. അവിടെ ആരെങ്കിലുമൊക്കെ വന്നു നോക്കാം. ആരും വന്ന് കാണത്തില്ല നമ്മളാ നേരത്തെ. അപ്പം മഞ്ഞായതുകൊണ്ട് ഇവിടെ മൊത്തം മഞ്ഞാണ് ഗൈസ്. ഇവിടെ എല്ലാം മഞ്ഞ കണ്ടില്ലേ. നമ്മളാ വ്യൂ വന്ന് നോക്കിയേ ഗൈസ്, താഴത്തേക്ക് ആ വണ്ടിയൊക്കെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാ ഗൈസ്. നമ്മളെ പ്ലെയിനല്ല, ഹെലികോപ്റ്റർ ഇടാൻ പറ്റിയ സ്ഥലം ഇതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ നമ്മളെ വണ്ടി ഗീവ് അവേ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. കമൻറ്റ് ചെയ്യണം. 0 ലൈക്ക് കിട്ടുന്നവർക്ക് വണ്ടി കിട്ടും. വണ്ടി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ സിറ്റി 1 വണ്ടി വിൽക്കുന്നിടത്ത് വന്നാൽ മതി, വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും